നമ്മൾ കേരളത്തിൽ വായിക്കുന്ന രാമായണം അത് അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. മലയാള ഭാഷയുടെ പിതാവ് എന്നുള്ള ആദരമൊക്കെ നമ്മൾ നൽകുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം എഴുതിയ കൃതിയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഇത് സംസ്കൃതത്തിലുള്ള അധ്യാത്മരാമായണത്തിൻ്റെ ഒരു പരിഭാഷയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പല സ്ഥലങ്ങളിലൊക്കെ എഴുത്തച്ഛൻ തൻ്റേതായ സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ രാമായണമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. രാമായണം പലതരത്തിലുണ്ട്. വാൽമീകി രാമായണവും കമ്പരാമായണവും രാമചരിതമാനസവും ആനന്ദരാമായണവും തുടങ്ങി നിരവധി രാമായണങ്ങളുണ്ട്. ഈ രാമായണത്തിൽ നമ്മൾ വായിക്കുന്ന രാമായണം അധ്യാത്മരാമായണമാണ്. അധ്യാത്മരാമായണത്തിൻ്റെ പ്രത്യേകത എന്താണ്? അധ്യാത്മരാമായണം, അധ്യാത്മം എന്നുള്ള വാക്കിനർത്ഥം അവനവനെ സംബന്ധിച്ചത് എന്നർത്ഥം, നമ്മളെ പറ്റി ഉള്ളത് എന്നർത്ഥം. അപ്പം നമ്മളെ പറ്റിയുള്ള രാമായണമാണ്. രാമായണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാമസ്യ അയനം രാമായണം, രാമൻ്റെ യാത്ര, അതാണ് രാമായണം. അല്ലെങ്കിൽ രാമനിലേക്കുള്ള യാത്രയാണ് രാമായണം. ഇനി രാമൻ്റെ മാത്രമാണോ? അല്ല, സീതയുടെയും യാത്രയാണ്. രാമ എന്ന് പറഞ്ഞാൽ അതിൽ സീത എന്നർത്ഥം, അല്ലെങ്കിൽ രമ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി അല്ലെങ്കിൽ സീതാദേവി. അപ്പം രമയുടെ യാത്രയാണ്, അല്ലെങ്കിൽ രമയിലേക്കുള്ള യാത്രയാണ്. സീതയുടെ യാത്രയാണ്, സീതയിലേക്കുള്ള യാത്രയാണ് രാമായണം. ഈ കർക്കിടക മാസത്തിൽ രാമനെയും സീതയെയും അറിയാൻ, രാമായണത്തെ അറിയാൻ നമുക്ക് കിട്ടുന്ന അസുലഭമായ അവസരമാണ് കർക്കിടക മാസം. ഈ രാമായണം കർക്കിടക മാസത്തിൽ മാത്രമേ വായിക്കാവൂ അങ്ങനെയില്ല. കർക്കിടക മാസത്തിൽ വിശേഷിച്ച് വായിച്ചിരുന്നു എന്ന് മാത്രം. അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് കാലത്ത് ദിവസവും രാമായണം വായിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ അത്താഴം കഴിഞ്ഞിട്ടോ അത്താഴത്തിന് മുമ്പോ ഒക്കെ ആയിട്ട് രാമായണം വായിച്ച് കുടുംബത്തിലെ കാരണവരോ ആരെങ്കിലും അതിലുള്ള താല്പര്യത്തെ കുടുംബാംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കർക്കിടക മാസത്തിൽ വിശേഷിച്ചും ഉണ്ടായിരുന്നു. രാമായണ മാസാചരണം എന്നുള്ള പേര് തുടങ്ങിയപ്പോൾ മാത്രമല്ല, അതിനു മുമ്പും രാമായണ പാരായണങ്ങൾ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ നടന്നു. ഇപ്പോൾ അത് വ്യാപകമായി കൂടുതൽ ഓരോ വർഷം തോറും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിച്ച് ഇരിക്കുന്നു എന്ന് പ്രത്യേകം പറയണം. ഇപ്പോൾ രാമായണ മാസക്കാലമാണ്. ഇപ്പോൾ രാമായണ മാസത്തിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി നമ്മൾ സ്വസ്ഥമായി നമ്മുടെ ഉള്ളം ശുദ്ധമാക്കണം. നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ കഴുകിക്കളയണം. കഴുകിക്കളയാനായിട്ട് ഭഗവാന്റെ ചരിതം പോലെ വേറൊന്നുമില്ല ഇത്രയും ശ്രേഷ്ഠമായിട്ട്. അതിനാണ് രാമായണ പാരായണം ചെയ്യുന്ന അടുത്ത കാര്യം, രാമായണം നമ്മൾ വായിക്കുന്നത്. ഇനി അധ്യാത്മരാമായണമാണ് നമ്മൾ വായിക്കുന്നത് എന്ന് കണ്ടു. അധ്യാത്മരാമായണം നമ്മളെ പറ്റിയുള്ള രാമായണമാണ്. അപ്പോൾ ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, വാൽമീകി രാമായണവും അധ്യാത്മരാമായണവും തമ്മിൽ പല കാര്യങ്ങളെ കൊണ്ട് വ്യത്യസ്തതകളുണ്ട്. അതിൽ അധ്യാത്മരാമായണം നമ്മളെ പറ്റിയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ രാമായണത്തിൽ പ്രത്യേകിച്ചും സ്തുതി, ഉപദേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതെല്ലാം കഥയേക്കാൾ ഉപരിയായി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്ന പല കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇനി ഈ രാമായണത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. രാമായണം എന്താണെന്ന് നമ്മൾ കണ്ടു. രാമൻ്റെ യാത്രയാണ്, അല്ലെങ്കിൽ സീതയുടെ യാത്രയാണെന്ന് കണ്ടു. മലയാളത്തിൽ ചിലപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് രാമായണം, അതാണ് രാമായണം എന്ന്. പക്ഷെ അത് അത്ര നല്ല അർത്ഥമൊന്നുമല്ല. ഈ വാക്ക് സംസ്കൃത വാക്കായതുകൊണ്ട് അതിനെ മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. രാ എന്ന് പറഞ്ഞാൽ രാത്രി എന്നും, മായണം എന്ന് പറഞ്ഞാൽ മാഞ്ഞു പോകണം, ഇല്ലാതെ കണ്ടാവണം. രാ എന്നുള്ളത് ഇരുട്ടിനെ, അജ്ഞാനത്തെ പ്രത്യേകം പറയുന്നതാണ്. മായണം എന്ന് പറഞ്ഞാൽ ഇരുട്ട് ഇല്ലാതാകണം, അജ്ഞാനം ഇല്ലാതെ കണ്ടാകണം. അത് മലയാളീകരിച്ച് പറയുമ്പോഴാണ്. ശരിക്കും സംസ്കൃതത്തിൽ പറയുമ്പോൾ അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. പിന്നെ വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാമായണം അതാണ്. ഇനി ആ രാമൻ്റെ അയനമാണല്ലോ. അപ്പോൾ ആരാ രാമൻ? രാമൻ ആരാണെന്നറിയണം, സീത ആരാണെന്നറിയണം. ആരാ രാമൻ? രമതേ ഇതി രാമഃ, രമിക്കുന്നവനാരോ അവൻ രാമൻ. സ്വയം രമിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക. സ്വയം ആനന്ദിക്കുകയും മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നവനാണോ ആരാണോ അവനാണ് രാമൻ. സർവേഷു രമതേ ഇതി രാമഃ, എല്ലാറ്റിലും രമിക്കുന്നവനാണ് രാമൻ. രാമനില്ലാത്ത ഇടമില്ല. സകലത്തിലും ആനന്ദമായിരിക്കുന്നവൻ രാമനാണ്. അതുപോലെ
സ്വയം ആനന്ദിക്കുക. നമുക്ക് ആനന്ദമുണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ ആനന്ദിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വയം ആനന്ദിപ്പിക്കുകയും മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നവനാണ് രാമൻ. ഈ രാമൻ എവിടെയാണ് ഇരിക്കുന്നത്? എല്ലായിടത്തും ഉണ്ട്. പക്ഷെ വിശേഷിച്ചും നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ആനന്ദസ്വരൂപമായിട്ട് രാമനുണ്ട്. ആ രാമനാണ് നമുക്ക് ആനന്ദത്തെ നൽകുന്നത്. നമ്മൾ ആനന്ദമായിരിക്കുന്നത് ആ രാമൻ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അതിനെ സ്വയം ആനന്ദിക്കുന്ന രാമന് പേര് ആത്മാരാമൻ എന്നാണ്. ആ ആത്മാരാമനാണ് ഏറ്റവും പ്രധാനം. അത് എന്നും എക്കാലത്തുള്ളതാണ്. അയോധ്യയിലെ രാമൻ ഒരു നിശ്ചിത സമയത്ത് ജനിച്ച് നിശ്ചിത കാലം ജീവിച്ച് ഭരിച്ച് അതിനുശേഷം സാകേതത്തിലേക്ക് അല്ലെങ്കിൽ താൻ എവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് മടങ്ങിപ്പോയ രാമനാണ്. ആ രാമൻ്റെ അയനം ഏത്? അയോധ്യയിലെ രാമൻ്റെയും നമ്മുടെ ഉള്ളിലുള്ള ആത്മാരാമൻ്റെയും അയനമാണ് രാമായണം.